സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. വൈദ്യുതി മന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കത്തു നൽകി. 465 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് അനുഭവപ്പെടുന്നത്. ദീർഘകാല കരാർ പുനഃസ്ഥാപിച്ചിട്ടും കമ്പനികൾ വൈദ്യുതി നൽകുന്നില്ല. കമ്പനികളുമായി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല എന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ അടിയന്തര യോഗത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം എന്താണ്? വേണു, സംസ്ഥാനത്ത് അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കാരണം വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. പ്രതിദിന ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് എന്ന കണക്കിന് മുകളിലേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് 100.16 ദശലക്ഷം യൂണിറ്റ് ആണ്. സർവകാല റെക്കോർഡാകട്ടെ 102.99 ദശലക്ഷം യൂണിറ്റ് ആണ്. ഈ ഒരു സാഹചര്യം അടിയന്തരമായി ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതിക്ക് മറ്റു മാർഗങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ സംസ്ഥാനം അതിരൂക്ഷമായ ഒരു വൈദ്യുത പ്രതിസന്ധിയിലേക്ക് പോകും. മാത്രമല്ല KSEB ഇത് സാമ്പത്തികമായി വളരെയധികം തകർക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈദ്യുതി മന്ത്രി നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ റദ്ദാക്കിയ ചില ദീർഘകാല കരാറുകൾ പിന്നീട് റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിച്ചിരുന്നു. ഇതിൽ 3 കമ്പനികൾ ജിൻഡാൽ, ജാംബുവ തെർമൽ തുടങ്ങിയ കമ്പനികൾ, ഈ കമ്പനികൾ വൈദ്യുതി നൽകാൻ കുറഞ്ഞ വിലയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി നൽകണമെന്നുള്ളതാണ് കരാറിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകാൻ ഇതുവരെ ഈ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇതിന് കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കൽ റദ്ദാക്കിയ കരാറാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ ഇനി അത് അനുസരിക്കേണ്ട ബാധ്യത ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും 465 മെഗാവാട്ടിന്റെ കുറവ് സംസ്ഥാനത്ത് വൈദ്യുതി ലഭിക്കുന്നതിൽ ഉണ്ടാകുന്നു. ഇത് മറികടക്കുന്നതിന് വേണ്ടി പവർ എക്സ്ചേഞ്ചിൽ നിന്നും വളരെ ഉയർന്ന നിരക്കിൽ KSEBക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. യൂണിറ്റിന് 14 രൂപ മുതൽ ഈ സമയത്ത് വൈദ്യുതിക്ക് നൽകേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇത് വൈദ്യുതി ബോർഡിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദേശീയ തലത്തിൽ തന്നെ വൈദ്യുതിക്ക് ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ലഭ്യതയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 കമ്പനികൾ ഈ കരാർ അനുസരിച്ചില്ലെങ്കിൽ വളരെ വലിയ ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്കും വൈദ്യുതി നിയന്ത്രണത്തിലേക്കും സംസ്ഥാനം കടക്കാനിടയുണ്ട്. ഈ ഒരു സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കമ്പനികളുമായി KSEB പലതവണ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കരാർ അനുസരിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്ന നിലപാടാണ് ഈ കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ തങ്ങൾ നിയമപരമായി നേരിടുമെന്നും ഈ കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നാളെ വിളിക്കുന്ന യോഗം ഏറ്റവും പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കമ്പനികളുമായി ഒരു അനുരഞ്ജന ചർച്ച നടത്തി സംസ്ഥാനത്ത് കൂടുതൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികളിലേക്ക് എങ്ങനെ കടക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. വേണു, ശരി. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ മുഖ്യമന്ത്രി വിളിച്ച യോഗം. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി.